നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാല് റാ സായ് ഈ 4 അക്ഷരങ്ങളാണ്. അലിഫ് ബാ താ സാ ജീം ഹാ ഖ ഇങ്ങനെ 7 അക്ഷരങ്ങൾ പഠിച്ചു. എല്ലാവരും 10 തവണ എഴുതി അത് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത അക്ഷരമാണ് ദാല്. ദാൽ എന്നാൽ ഒരു സി ഉൾട്ട എഴുതുന്നത് പോലെയാണ് ദാല്. ഓക്കെ, ദാലിന് ഫതഹ ഇട്ടാൽ ദാ എന്ന് വായിക്കുന്നു, കെസറിട്ടാൽ ദി, ലമ്മിട്ടാൽ ദു, 2 ലമ്മിട്ടാൽ ദുൻ. കാണുന്നുണ്ടല്ലോ. പിന്നെ സുക്കൂന് 0 മേലെ ഇട്ടാൽ ദ്. ദാല് ദാ ദി ദു ദുൻ ദ്. ദാല് ദാ ദി ദു ദുൻ ദ്. ഇത് 10 പ്രാവശ്യം ഇത് മാത്രം എഴുതുക. ദാല് ദാ ദി ദു ദുൻ ദ്. അങ്ങനെ അത് നല്ല തറാവണം. അപ്പോഴേ അത് മൈൻഡിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ അടുത്ത അക്ഷരം ദാലിന് മേലെ ഒരു ഡോട്ട് ഇട്ടാൽ ദാല് ദാല്. ഇത് നാവിൻ്റെ തുമ്പത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ദാല്. പല്ലിന് ടച്ച് ചെയ്യുമ്പോൾ, മേൽഭാഗത്തെ പല്ലിന് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരമാണ് ദാല്. ദാലിന്ന് കട്ടിയായിട്ട് വായിക്കാൻ പാടില്ല. ദാല് ഒരു സിമ്പിളായിട്ട് വായിക്കുന്ന ഒരു അക്ഷരം. ദാലിൻ്റെ ഡോട്ടിട്ട് ഫതഹ ഇട്ടാൽ ദാ, ദാലിന് ഡോട്ടിട്ട് കെസറിട്ടാൽ ദി ദു ദുൻ റ്. ദാല് ദാ ദി ദു ദുൻ റ്. ദാല് ദാ ദി ദു ദുൻ റ്. നമുക്ക് ദാല് ദാ ദി ദു ദുൻ റ്, ദാല് ദാ ദി ദു ദുൻ റ്. ഇതും 10 പ്രാവശ്യം ഇത് മാത്രം എഴുതുക. ദാല് ദാ ദി ദു ദുൻ റ്. എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത അക്ഷരം റാ. റാ റാ ഒരു ചെരിഞ്ഞിട്ടൊരു ലൈൻ ഇട്ടിട്ട് താഴോട്ടേക്ക് നീട്ടിയാൽ മതി. ഫതഹ ഇട്ടാൽ റാ, കെസറിട്ടാൽ റീ, ലമ്മിട്ടാൽ റൂ, 2 ലമ്മിട്ടിട്ട് റുൻ, സുക്കൂനിട്ടിട്ട് റ്. ഫതഹ കെസറ് ലമ്മ്, ഡബിൾ ലമ്മ്, സുക്കൂന്. റാ റീ റൂ റുൻ റ്. റാ റീ റൂ റുൻ റ്. റാ റീ റൂ റുൻ റ്. ഇനി സായി. സായി എന്ന് പറഞ്ഞാൽ റാഇൻ്റെ ഒരു ഡോ. ഇത് ദാല് ദാല്. ഇത് സായി. സായി സാ സീ സോ സുൻ സ്. റാഇൻ്റെ മേലെ ഒരു ഡോട്ട് ഇട്ടാൽ സായി. സാ സി സു സുൻ സ്. ഇത് ഇംഗ്ലീഷിൽ സെഡ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് പോലെ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഇത് ദാല്, നാവിൻ്റെ ദാല്. തലയും മുകൾ ഭാഗത്തെ പല്ലും കൂടി ടച്ച് ചെയ്യുമ്പോഴാണ് അതുണ്ടാവുന്നത് ദാല്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും 5-10 തവണ എഴുതിയിട്ട് ഓരോ അക്ഷരം തന്നെ എഴുതണം. ദാല് ദാല് റാഗ് സായ് അങ്ങനെ എഴുതാൻ പാടില്ല. ദാല് ദാ ദീ ദൂ ദുന്ത് ദാ ദീ ദൂ ദുന്ത് ഇങ്ങനെ തന്നെ എഴുതണം. പിന്നെ ദാല് എഴുതാം, പിന്നെ റാ എഴുതാം, പിന്നെ സായ് എഴുതാം. അപ്പോൾ നമ്മൾ 8, 9, 10, 11 അക്ഷരങ്ങൾ പഠിച്ചു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത് പഠിക്കുന്ന കുട്ടികൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ പഠിക്കണം. ഓരോ ദിവസവും ഓരോ വീഡിയോ കണ്ടാൽ മതിയാകും. എല്ലാ വീഡിയോയും കൂടി ഒന്നിച്ച് കണ്ടാൽ ഒന്നും തന്നെ പഠിക്കണമെന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഒരു വീഡിയോ മാത്രമേ കാണാൻ പാടുള്ളൂ. അതന്ന് ആ അക്ഷരങ്ങൾ തറവായതിനു ശേഷം അടുത്ത വീഡിയോ കാണാൻ പാടുള്ളൂ. നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്തടുത്ത വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ കാണും. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല.
അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല.